1.5 ലിറ്റർ ആയിട്ടില്ല. കഴിഞ്ഞ വർഷം പറയട്ടെ കഴിഞ്ഞ വർഷം 15,000 ടൺ ഒന്ന് ആയിക്കോട്ടെ. പൊതുവിതരണ കേന്ദ്രത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു തലക്കെന്ന് പറഞ്ഞു തുടങ്ങാം. ബാക്കി പറയട്ടെ. 15,000 ടൺ അരി FCIന്റെ ഗോഡൌണിൽ കൂട്ടിയിട്ട് പുഴുവരിച്ച് കടലിൽ തള്ളിയത് കോൺഗ്രസിന്റെ ഗവൺമെന്റാണ് കഴിഞ്ഞ വർഷം. മറുപടി പറയണം. മറ്റൊന്ന് പാർപ്പിടം അടിസ്ഥാനപരമായ വിഷയങ്ങളിലേക്ക് ചർച്ച വരുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ ബൈത്തുർ റഹ്മാൻ പദ്ധതി നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വോട്ട് തേടി നടക്കുന്ന മുസ്ലിം ലീഗ് ഇന്ദിര ആവാസ് യോജന എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയിൽ 15% കേരളത്തിലടക്കമുള്ള മുസ്ലിങ്ങൾക്ക് വീട് കിട്ടേണ്ടിയിരുന്നൊരു പദ്ധതി സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം 47% വീടുകളും ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഇന്ത്യ രാജ്യത്തെ 2 സംസ്ഥാനമാണ് അത് വേണ്ടെന്ന് പറഞ്ഞത്. ഒന്ന്, ഇവർ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വോട്ട് തരണം എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് 47% വീട് വേണ്ടെന്ന് പറഞ്ഞു. മോഡി മുസ്ലിങ്ങൾക്ക് വീട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവും. ഇന്ത്യ രാജ്യത്തെ 2ാമത്തെ സംസ്ഥാനം കേരളമാണ്. ഈ പറയുന്ന ET മുഹമ്മദ് ബഷീറിന്റെ അഹമ്മദിന്റെ കുഞ്ഞാലിക്കുട്ടിയുടെ പാണക്കാട് തങ്ങളുടെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന കേരളം, ആ ഒരൊറ്റ ഇനത്തില് കേരളത്തിലെ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 17,600 വീടാണ്. മുസ്ലിം ലീഗ് ബൈത്തുർ റഹ്മാനിലൂടെ കൊടുത്തു എന്ന് പറയുന്ന 1,500 വീടാണ്. ബാക്കി 16,100 വീടിന് ഇവരാരോട് സമാധാനം പറയണ്ടേ? പാർപ്പിടം അടിസ്ഥാന പ്രശ്നമല്ലേ? ആരോഗ്യ മേഖലയില് മുഴുവൻ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സെന്റർ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ പണി നടക്കുന്നേ ഉള്ളൂ. തിരൂര് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ വന്നു. 1.25 കോടിയുടെ പദ്ധതി 75 ലക്ഷം രൂപ. പറയട്ടെ 75 ലക്ഷം രൂപ തിരൂരിൽ നിന്ന് പിരിച്ചു കൊടുത്തു. ഉദ്ഘാടനത്തിന് വാടകയ്ക്ക് ഡയാലിസിസ് മെഷീൻ കൊണ്ടുവന്നു. വിവാദം ഉണ്ടായി. അതിനുശേഷം 3 മാസം കഴിഞ്ഞപ്പോ എല്ലാ താലൂക്ക് ആശുപത്രിയിലും ഗവൺമെന്റ് ഫണ്ട് കൊണ്ട് ഡയാലിസിസ് സെന്റർ പ്രഖ്യാപിച്ചു. ഭരിക്കുന്നവർക്ക് അറിയാമായിരുന്നില്ലേ? 3 മാസം കഴിഞ്ഞാൽ വരണ്ട, പിന്നെ എന്തിനു ജനങ്ങൾ പിരിച്ചു? പയ്യനാട് സ്റ്റേഡിയം വന്നു. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ 7.5 ലക്ഷം വിദ്യാർത്ഥികളിൽ നിന്ന് 10 രൂപ വീതം പിരിച്ചു സ്കൂളിൽ നിന്ന്. അതിന്റെ ഒപ്പം തന്നെ വയനാട് സ്റ്റേഡിയം വന്നു. 1 രൂപ പിരിച്ചിട്ടില്ല. നമ്മുടെ മഞ്ചേരിയിലെ ജനറൽ ഹോസ്പിറ്റലിലെ ബോർഡ് മാറ്റിയിട്ട് മെഡിക്കൽ കോളേജിന് ബോർഡ് വെച്ചിട്ടുണ്ട്. 20 കോടി രൂപ ഈ പറയുന്ന 2 MP നേതൃത്വം കൊടുത്തിട്ട് പാണക്കാട് തങ്ങളെ കയ്യിൽ നിന്ന് ആദ്യത്തെ ഗഡു വാങ്ങിയിട്ട് പിരിച്ചു. മലപ്പുറത്ത് വികസനം 6 നില ബിൽഡിംഗ് അവിടെ കിടക്കുന്നു. 12 കൊല്ലമായിട്ട് ഒരു പൂച്ചയെ പ്രസവിച്ചത്, മനുഷ്യസ്ത്രീ പ്രസവിച്ചിട്ടില്ല. മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ മലപ്പുറത്ത് എന്ത് വികസനം വേണമെങ്കിലും ജനങ്ങൾ പിരിവെടുത്ത് കൊടുക്കണം. ഇതിന് മലയാള മനോരമ പറയുന്ന ഒരു മോഡലുണ്ട്, മലപ്പുറം മോഡൽ. ഇതിലിങ്ങനെ മയങ്ങിക്കിടക്കുക. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, തെരഞ്ഞെടുപ്പിന് മുമ്പ് മലപ്പുറത്തിന്റെ വികസനം ചർച്ചയാവണ്ടേ? ഇവിടെ മാത്രം ഗവൺമെന്റിന്റെ ഫണ്ടില്ലാതെ പോകുന്നത് എന്തുകൊണ്ട്? ഇത്തരം വിഷയങ്ങൾ ചർച്ചയാവുന്ന കണക്ക് വെച്ച് സംസാരിക്കാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ് മുസ്ലിം ലീഗ് മോഡി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പലതും പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്നത്. ഇവിടെ എല്ലാ രാഷ്ട്രീയ